നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സന്തോഷിപ്പിക്കില്ല. അത് അവരുടെ ഉത്തരവാദിത്തമല്ല. നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള ശീലങ്ങളിലൂടെ, നിങ്ങളുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് പാർട്ട്ണർ അത്തരത്തിൽ നിങ്ങളുടെ സന്തോഷത്തിന്റെ ഉറവിടമല്ല എന്ന് പറയുന്നത്? മറ്റൊന്നും കൊണ്ടല്ല. പലരും തങ്ങളുടെ ട്രോമ, തങ്ങളുടെ ഇൻസെക്യൂരിറ്റി, ഇതിനെയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള നീഡുകൾ കൊണ്ട്, വ്യത്യസ്തമായിട്ടുള്ള എഫേർട്ടുകൾ കൊണ്ട് പങ്കാളി സോൾവ് ചെയ്ത് തരണമെന്ന് എപ്പോഴൊക്കെയോ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ജീവിക്കാറ്. അത്തരത്തിൽ നിങ്ങളുടെ ട്രോമയും ഇൻസെക്യൂരിറ്റിയും ഒക്കെ ആൻസർ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആണ് എന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഹാപ്പിനെസിന്റെ, നമ്മുടെ ലൈഫിന്റെ ഒക്കെ വലിയൊരു ഉത്തരവാദിത്തം. ആക്ച്വലി ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്, ഒരു പാർട്ട്ണറിനൊപ്പം ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു പാർട്ട്ണറിനെ ആണ് ചൂസ് ചെയ്തത്, ഇതൊരു പാർട്ട്ണർഷിപ്പ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പൊ നിങ്ങളുടെ സന്തോഷത്തിന്റെ ഉറവിടമല്ല നിങ്ങളുടെ പാർട്ട്ണർ എന്ന് അംഗീകരിക്കുന്നവർക്ക് തുടർന്ന് കേൾക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ പാർട്ട്ണർ നമുക്ക് ചെയ്തു തരിക എന്ന്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ 1 എന്ന് പറയുന്നത്, അവര് നിങ്ങൾക്ക് എപ്പോഴും ഒരു സേഫ് സ്പേസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈവൻ അവരും ഹേർട്ട്ഫുൾ ആണ്, പക്ഷെ നിങ്ങളാണ് കൂടുതൽ പെയിൻഫുൾ ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആകാനായിട്ട് സാധിക്കും. നിങ്ങൾ അവരെ വിശ്വസിക്കുന്നുണ്ട്, എന്തൊക്കെ തുറന്നു പറയാം, നിങ്ങൾക്ക് വൾണറബിൾ ആകാം, അതിനൊക്കെ പറ്റിയ ഒരു സ്പേസ് ആണ് അവർ തന്നിരിക്കുന്നത്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ട്ണർ എങ്കിൽ അതൊരു നല്ലൊരു ഗ്രീൻ സൈൻ ആയിട്ട് തന്നെ കാണണം കേട്ടോ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റിപ്പയർ ആണ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യാത്തതായിട്ട് ഒരു കപ്പിളും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് വലിയ വേദനകൾ നൽകുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, എഫേർട്സ് എടുക്കാണ്ടും ഒരു ആക്ഷൻസും ഇല്ലാണ്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് റിപ്പയർ ചെയ്യാനുള്ള എഫേർട്സ് കൂടി എടുക്കുന്നുണ്ടെങ്കിൽ അതാണ് പാർട്ട്ണർ എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ ഡൗൺ ആയി പോകും, എനിക്ക് വലിയ മഹത്വമൊന്നുമില്ല എന്ന്. ആ സമയത്ത് നിങ്ങളുടെ മഹത്വത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഗ്രേസ് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തിയാകണം നിങ്ങളുടെ പാർട്ട്ണർ. പിന്നെയോ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ ആരോഗ്യം, നിങ്ങളുടേതായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ബെറ്റർ ചോയ്സ് എടുക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ സ്ലീപ്പ് ഹൈജീൻ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ കരിയർ ആയിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് എപ്പോഴാണ് സ്പേസ് വേണ്ടത് അത് മനസ്സിലാക്കി അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളുമായിരിക്കണം നിങ്ങളുടെ പാർട്ട്ണർ. പിന്നെ ഏത് ബാറ്റിലാണ് ചൂസ് ചെയ്യേണ്ടത്? ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് വഴക്കുകൾ അതിനിടയിൽ നടന്നുകൊണ്ടേയിരിക്കും. ഇതിൽ ആരുടെ ആവശ്യമാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത് എന്നുള്ള തരത്തിൽ വ്യക്തമായ തിരിച്ചറിവോടുകൂടി ഏത് ബാറ്റിൽ പിക്ക് ചെയ്യണം എന്ന് അറിയാവുന്നവരായിരിക്കും യഥാർത്ഥ പങ്കാളി. സോ ഒരു ഹാപ്പിനെസ് അല്ല തരുന്നത്, ഇത്തരത്തിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്തു പോകേണ്ട ബെറ്റർ പാർട്ട്ണർഷിപ്പിന് വേണ്ട അവസരമാണ് തരുന്നത്.